ഒരു പുതിയ പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ആർട്ട് എന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി വരണം എന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇതുപോലൊരു പുതിയ പ്രോഡക്റ്റിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചായിട്ട് എടുത്താണ് സമ്മതിച്ചത്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെയേറെ സപ്പോർട്ടാണ് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായത്. ഏതാണ്ട് 200ഓളം ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങൾ ഇതിനകത്തുണ്ട്. കേരളത്തിൽ തന്നെയുള്ള 200ഓളം ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങളുണ്ട്. 300-ൽ പരം ചിത്രങ്ങളുണ്ട്. അപ്പം ഇത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. വളരെ വിജയകരമായി തന്നെ പോകുന്നു. നല്ലൊരു അനുഭവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സോ കാനായി സാറിനെ ആദ്യമായിട്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ തുടക്കത്തെ പറ്റിയോ അല്ലെങ്കിൽ സാറിൻ്റെ ഇതുമായിട്ടുള്ള അനുഭവത്തെപ്പറ്റി ഷെയർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. അതിനുശേഷം മിസ്റ്റർ കെ പി തോമസാണ് ഇതിൻ്റെ ഒരു കൺവീനറായിട്ട്, സംഘാടക സമിതിയുടെ കൺവീനറായിട്ട് വർക്ക് ചെയ്തത്. മിസ്റ്റർ കെ പി തോമസ് സംസാരിക്കും. പിന്നെ ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ദ ഫോറം വിൽ ബി ഓപ്പൺ. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അപ്പോൾ നമുക്കെല്ലാം അറിയാം, 4-5 വർഷമായിട്ട് കേരളം അങ്ങോളം ഗ്രാൻഡ് കേരള ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് നമുക്ക് കേരളത്തിലെ കലാകാരന്മാരാരും പരിഗണിക്കുന്നില്ല? പലതിലും ഇതിൽ മാത്രമല്ല, ഏത് ഉത്സവം വന്ന് എന്ത് വന്നാലും ഇവിടെ പല ഉത്സവം നടക്കുന്നുണ്ട്. ഞാനത് വ്യക്തിപരമായിട്ട് പറയില്ല. അതിലൊന്നും കലാകാരന്മാരൊക്കെ പങ്കെടുപ്പിക്കാറില്ല, കലാസൃഷ്ടികൾ കാണിക്കാറില്ല. ഇത് സാധാരണ ഞങ്ങളുടെ ഒരു കടമയാണ്. കല നന്നാണെങ്കിൽ കലാകാരൻ ഇതിന് മുമ്പോട്ട് വന്നേ പറ്റും. കലാകാരൻ നന്നായാലേ കലയും നന്നാവും. കല നന്നായി കഴിഞ്ഞാൽ ആ നാട് തീർച്ചയായിട്ടും ഒരു സംസ്കാരത്തിൻ്റെ നാടായി മാറും. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കുട്ടികളും ആൾക്കാരും 21-ാം നൂറ്റാണ്ടിൽ സംസ്കാരവുമായിട്ട് ബന്ധമാണ്. അതിന് ഏറ്റവും വേണ്ടതൊന്ന് നമ്മുടെ പുതിയ കലാസൃഷ്ടികൾ കാണലാണ്. സിനിമ കാണുന്നുണ്ട്, നാടകം, സംഗീതമൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഈ ചിത്രശില്പങ്ങൾ കാണാനുള്ള അവസരം നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് ഏതായാലും ഒരു പരീക്ഷണമായിട്ട് ഗ്രാൻഡ് കേരളയുടെ കൂടെ തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞങ്ങളിത് തുടങ്ങിയത്.